അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ വമൗലാന മുഹമ്മദ്. വളരെയധികം ബഹുമാനമുള്ള ആദരവുള്ളൊരു മാസമാണ് മുഹറം മാസം. അള്ളാഹുവിൻ്റെ മാസം എന്ന മാസത്തെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചപ്പോൾ തന്നെ ഈ മാസത്തിൻ്റെ മഹത്വം എത്രമാത്രം വലുതാണെന്ന് നമുക്കതിൽ നിന്ന് ഊഹിച്ചെടുക്കാവുന്നതേയുള്ളൂ. അതിൽ തന്നെ ഏറ്റവും അതിപ്രധാനമായ ഒരു ദിവസമാണ് ആശുറാ ദിവസം. ആശുറാ ദിവസം നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുള്ളതായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്തതായി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പുറമെ അന്നത്തെ ദിവസം തനിക്കും തൻ്റെ കുടുംബത്തിനും തന്നെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്കൊക്കെ അവരുടെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ വിശാലത ചെയ്തു കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവരുടെ ആഗ്രഹം പോലെ സാധിപ്പിച്ചു കൊടുക്കുക, കഴിയും വിധം അതെല്ലാം നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ ഒരു വർഷം മുഴുവനും അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും വലിയ വിശാലത ചെയ്തു കൊടുക്കും, വലിയ ബറക്കത്തും ഐശ്വര്യവും ഉണ്ടായിത്തീരുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ധാരാളം സ്വഹാബിമാരിൽ നിന്നും ധാരാളം ഹദീസുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം തബറാനി റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ വസ്സഅ അലാ ഇയാലിഹി യൗമ ആശുറാ, മുഹറം 10 അന്ന് ആശുറാ ദിനത്തിൽ വല്യൊരുത്തനും അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന അദ്ദേഹത്തിൻ്റെ മക്കൾ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, അതുപോലെ ബന്ധപ്പെട്ട പലരും അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്ക് വിശാലത ചെയ്തു കൊടുത്താൽ യൗമ ആശുറാ, മുഹറം 10 അന്ന് ആശുറാ ദിനത്തിൽ അവരുടെ ഭക്ഷണത്തിലും അവരുടെ വസ്ത്രത്തിലും അവരുടെ മറ്റു കാര്യങ്ങളിലൊക്കെ അവർക്ക് വിശാലത ചെയ്ത് കൊടുത്താൽ ലം യസൽ ഫീ സഅത്തിൻ സായിറ സനത്തിഹി, അദ്ദേഹത്തിൻ്റെ ആ ഒരു വർഷം മുഴുവനും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിലാവട്ടെ, വസ്ത്രത്തിലാവട്ടെ, വീടിലാവട്ടെ, കച്ചവടത്തിലാവട്ടെ, അദ്ദേഹത്തിൻ്റെ മറ്റേതൊരു മേഖലകളിലാവട്ടെ അല്ലാഹു തആല അദ്ദേഹത്തിനും അതിൽ വിശാലത ചെയ്തു കൊടുക്കും, വലിയ ബറക്കത്തും ഐശ്വര്യവും നൽകുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ബഹുമാനിച്ച് ആദരിച്ച ദിവസങ്ങളെ ബഹുമാനിക്കാൻ ആദരിക്കാനും അർഹിക്കുന്ന രൂപത്തിൽ അതിൽ ഖൈറായ നന്മകൾ ധാരാളം ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കണം. അതോടൊപ്പം ഈ ഹദീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളെ സന്തോഷിപ്പിക്കാൻ ഈ ദിവസത്തിൽ പ്രത്യേകിച്ചും അവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കാൻ കഴിയും വിധം തന്നാൽ കഴിയുന്ന രൂപത്തിലുള്ള വിശാലത ചെയ്തു കൊടുക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ ആ വർഷം മുഴുവനും എല്ലാ നിലക്കുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും അദ്ദേഹത്തിലേക്ക് വന്നു ചേരുമെന്നാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അർഹമുർ റഹീമായ റബ്ബ് നന്മകൾ ധാരാളം ചെയ്ത് റബ്ബിലേക്ക് അടുക്കാൻ തന്നെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്ക് തന്നാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ നന്മകളും എല്ലാ സന്തോഷങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ഒരു തൗഫീഖ് നമുക്കൊക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.